പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ രീതിയിൽ നമ്മുടെ പഴയ കാലത്തെ അമ്മച്ചിമാരൊക്കെ ചെയ്തിരുന്ന രീതിയിൽ തന്നെയാണ് ഞാനൊരു ചെമ്മീൻ വരട്ടിയത് ചെയ്യുന്നത്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ആണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണേ. അതിനായിട്ട് ഞാൻ 250 ഗ്രാമാണ് ഇവിടെ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇച്ചിരി വലിപ്പമുള്ള ചെമ്മീൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കുടംപുളി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. കറിവേപ്പില നന്നായിട്ട് വേണം, പച്ചമുളക് വേണം, ചെറിയ ഉള്ളി 2 പീസായിട്ട് കട്ട് ചെയ്യണം. തേങ്ങ കൊത്ത് ആണ് നല്ല ഇതിൻ്റെ ടേസ്റ്റ്, അപ്പോൾ അത് വേണം. പിന്നെ മസാലപ്പൊടിക്കായിട്ട് കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, ടർമറിക്, പെപ്പർ പൗഡർ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക്, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ഒരു ചട്ടി ചൂടാകാൻ വെച്ചിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായ സമയത്ത് കടുകും ഉലുവയും കൂടി ഇട്ട് മൂപ്പിക്കണം. ഇവിടെ തേങ്ങാക്കൊത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി 2 പീസാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം അതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. നല്ല മൂത്ത മണം വെളിച്ചെണ്ണയിൽ കിടന്ന് അതെല്ലാം കൂടെ മൂക്കുമ്പോൾ നല്ല ഒരു സ്മെല്ല് നമുക്കുണ്ടാവും. ഇനി കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ. നന്നായിട്ട് ഒന്ന് വഴന്ന് വരണം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറയാൻ ഞാൻ, കാരണം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് തേങ്ങ കൊത്തിയതും കൂടെ ചേർത്ത് കൊടുക്കുക. തീരെ ചെറിയ പീസാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതായത് കുറച്ച് ചെറിയ ചെറിയ പീസ് കടിക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ അത് വഴറ്റി തേങ്ങയൊക്കെ റെഡിയായി വരുന്ന സമയത്ത് മസാല പൗഡറുകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിം ആക്കണം. ചട്ടിക്ക് നല്ല ചൂടുണ്ടേ, അതുകൊണ്ട് വേഗം ഇളക്കി കൊടുക്കുകയും വേണം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് അതിനകത്തേക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കണം. ഈ തേങ്ങാക്കൊത്ത് ആണ് ഇനി വെന്ത് വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുടംപുളി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് പുളി വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ കുടംപുളി ചേർക്കുന്നില്ല, ആ പുളിയുടെ വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. ആ പുളിവെള്ളം നമ്മൾ ചേർക്കുമ്പോൾ കൂടി പോകരുത്. നമുക്ക് കുറവെന്ന് തോന്നുവാണെങ്കിൽ പിന്നെ ആണെങ്കിലും ചേർക്കാമല്ലോ. ആ തേങ്ങാക്കൊത്തിൽ പിടിച്ച് വരണം. നമ്മുടെ മസാലയുടെ ടേസ്റ്റും ഉപ്പും ചേർക്കണം. ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെക്കണം. ആ തേങ്ങാക്കൊത്ത് ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്, അതിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ. ഇനി നമുക്ക് മൂടി തുറക്കുമ്പോൾ നോക്കുമ്പോൾ എല്ലാം നന്നായിട്ട് ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പ്രോൺസിനകത്തെ വെള്ളം കൂടെ ഇറങ്ങും, അതുകൊണ്ട് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കണ്ട. പ്രോൺസ് ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ സാധാരണ പോലെ കുഞ്ഞതല്ലാത്തതുകൊണ്ട് ഒത്തിരി ടൈം എടുക്കും വേവാൻ. ചെറിയ ചെമ്മീൻ വേവിക്കുന്ന ടൈം അല്ലാതെ ഒരു 5 മിനിറ്റും കൂടെ കൂടുതൽ ഞാൻ വേവിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ വെന്ത് വറ്റി വരണം. പച്ചമുളകും കറിവേപ്പിലയും ഇപ്പോഴാണ് ഞാൻ ചേർക്കുന്നത്, ആദ്യം ചേർത്തിട്ടില്ല. ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് നല്ല കൊഴുത്ത തേങ്ങാപ്പാൽ ചേർക്കണം. അതിനകത്ത് കിടന്ന് ചെമ്മീനൊന്ന് വരട്ടിയെടുക്കണം നമ്മൾ. അപ്പോഴാണ് ആ ചെമ്മീന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല, കാരണം ഇത് റെസിപ്പി നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. നമ്മുടെ നാടൻ്റെ പഴയ അമ്മച്ചിക്ക് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മളത് ഓഫ് ചെയ്ത് വെച്ച് കുറച്ച് കഴിഞ്ഞ് തണുത്തതിന് ശേഷം വേണം ഇത് വിളമ്പാൻ. നല്ല നല്ല ഫിഷിൻ്റെ ഷേപ്പുള്ള ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ ചെമ്മീൻ വരട്ടിയത് സെർവ് ചെയ്യുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ
Please like, share and subscribe Shaji's Kitchen Malabar.